അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല. പോരെ, ഫൈറ്റിംഗ് ആയില്ലേ? നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് ഈ നെഗറ്റീവാണ്. നിങ്ങൾ എങ്ങനെയായി പോയി കേരളത്തിലെ പത്രപ്രവർത്തകർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക? ഞാൻ പുരോഗമനപരമായി ചിന്തിക്കുന്ന കൈ ഒറ്റീനെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാനുള്ളത്? കൈ ഒറ്റിയല്ലോ, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. അല്ല, മീഡിയ വണ്ണിനെതിരെയും മീഡിയ വണ്ണിൻ്റെ ജമാഅത്ത് ശൂറ അംഗം സി ദാവൂദിനെതിരെയും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് പത്രസമ്മേളനത്തിലാണ് ഈ കാര്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സാർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മീഡിയ വണ്ണിലെ ഇരുട്ടുപൊറി പരിപാടിയായിട്ടുള്ള ഔട്ട് ഓഫ് ഫോക്കസ് ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കും വിധമുള്ള, അതുമാത്രമല്ല CPM തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള വാക്കുകളാണ് അതിന് തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ CPM തീരുമാനിച്ചെന്നാണ് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത്. ഇത് പറഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ സമയത്ത് ഒരു മീഡിയ വണ്ണിൻ്റെ മാധ്യമപ്രവർത്തകൻ മീഡിയ വണ്ണിനെ ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിന് വ്യക്തമായ ഒരു മറുപടിയാണ് അവിടെ ഗോവിന്ദൻ മാഷ് നൽകുന്നത്. കേൾക്കേണ്ട വാക്കുകളാണ്. കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തെ അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. പക്ഷേ ആ ശ്രമത്തെയും അതിവിദഗ്ധമായിട്ട് തന്നെ ഗോവിന്ദൻ മാഷ് പൊളിച്ചെടുക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, വണ്ടൂരിലെ മുൻ CPM MLA ആയിരുന്ന കണ്ണൻ 96-2001 സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യം വക്രീകരിച്ച് പച്ചക്കള്ളമാക്കിയാണ് സി ദാവൂദ് ആ TV-യിലൂടെ അവതരിപ്പിച്ചത്. അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ കൂടി ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദേശാഭിമാനി അത് വ്യക്തമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. അതിനെക്കുറിച്ചൊരു വാർത്ത പ്രസ് വൺ TV നേരത്തെ ചെയ്തതാണ്. എന്തായാലും അതിനെയും വളച്ചൊടിക്കാനുള്ള ശ്രമത്തെയും വ്യക്തമായിട്ട് ഗോവിന്ദൻ മാഷ് പ്രതിരോധിക്കുന്നുണ്ട്. കേൾക്കേണ്ട വാക്കുകളാണ്. നിയമ നടപടിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് CPM വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഒരു ഒട്ടുമില്ല, കയ്യൂല, കാലുമില്ല. അത് പ്രകടനം അവിടെ ഇവിടെയും പലതാൻ നടക്കുന്നുണ്ട്. ഓരോരുത്തർ പറയുന്ന പ്രകടനത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്താൽ ശരിയാവുമോ? വണ്ടൂർ ഏരിയ കമ്മിറ്റി നടത്തിയ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യത്തെ പറ്റി ഞാൻ പറയുന്നത്. പാർട്ടി നിലപാടാണല്ലോ ഞാൻ പറയേണ്ടത്. പ്രകടനം നടത്തിയവർ മുദ്രാവാക്യം വിളിച്ചതിനെ പറ്റിയല്ലോ. ഇത് അങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല. പോരെ, ഫൈറ്റിംഗ് ആയില്ലേ? നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടത് ഈ നെഗറ്റീവാണ്. നിങ്ങൾ എങ്ങനെയായി പോയി കേരളത്തിലെ പത്രപ്രവർത്തകർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക? ഞാൻ അതിനേക്കാളും വലിയ എന്തെല്ലാം തെറ്റ്, അതിനേക്കാൾ എതിരായിട്ട് എന്തെല്ലാം തെറ്റ്. പുരോഗമനപരമായി ചിന്തിക്കുന്ന കൈ ഒറ്റീനെ പറ്റി നിങ്ങൾക്കൊന്ന് പറയാനുള്ളത്? കൈ ഒറ്റിയല്ലോ, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. അല്ല, അത് തെറ്റാന്ന് പറഞ്ഞില്ലല്ലോ. ആരാ പറയുന്നത്? എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു പാർട്ടി നിലപാട്. ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അത് തീർന്നില്ല. പിന്നെ അവിടെ തീർന്നില്ല പ്രശ്നം. പിന്നെ വെറുതെ അതിന്റെ മേലൊക്കെ ചർച്ച ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല. മുസ്ലിം തീവ്രവാദത്തെ പറ്റി എന്നുള്ളതാണ് പറയുന്നത്. പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അതല്ലേ നമ്മുടെ മുമ്പിലുള്ള രേഖ. അത് ഹെഡ്ലൈന് കൊടുക്കുന്നത് സബ്മിഷൻ അല്ലല്ലോ. സബ്മിഷൻ ഉന്നയിച്ചാളാ ഹെഡ്ലൈൻ കൊടുക്കുക. രേഖകൾ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ പത്രം മാത്രം വായിച്ചാൽ പോരാ. രേഖകൾ എങ്ങനെയാണ് രേഖ എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിക്കാൻ വായിച്ചേക്കാൻ സാറല്ല, വായിക്കിടക്കിടക്ക്.